UN അടക്കം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ മുന്നറിയിപ്പുകളെ പോലും ചെവികൊള്ളാതെ നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലുകൾ നമുക്ക് എങ്ങനെ ഫലസ്തീനിലെ സഹോദരങ്ങളെ സഹായിക്കാം? ഇങ്ങകലെ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെ. ഒന്നാമത്, മനമുരുകിയുള്ള നമ്മുടെ പ്രാർത്ഥന അവർക്ക് നൽകണം. രണ്ടാമത്, നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലുകാരുടെ പ്രൊഡക്റ്റുകൾ, അവരുടെ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് ബഹിഷ്കരിക്കാനും കഴിയണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടേ നമുക്ക് ഇങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് നാം പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അത് ഇസ്രയേലുകാരുടെ പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകളെ ബഹിഷ്കരിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ വിപണിയിൽ ഇസ്രയേലിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു നിലയ്ക്ക്, ആ നിലയ്ക്ക് നാം ഫലസ്തീൻ്റെ സഹോദരങ്ങളെ ഈ രീതിയിലെങ്കിലും സഹായിക്കാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന ലോകത്തുള്ള ഓരോ മനുഷ്യരോടും പറയാനുള്ളത്, ആ ഫലസ്തീനിലെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി, അവരുടേതായ ആ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ, ചെറിയ നിലയിലെങ്കിലും അവരെ സഹായിക്കാൻ ഒരുമിച്ച് കൂടിയ ആ ഒരു കൂട്ടായ്മയാണ് B4P എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടിയ കൂട്ടായ്മ. അവരുടെ പ്രവർത്തനങ്ങൾ ആ ഇസ്രയേലുകാരുടെ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കാനുള്ളതാണ്. ഏതൊക്കെയാണ് നാം ബഹിഷ്കരിക്കേണ്ടത്? അങ്ങനെ ബഹിഷ്കരിച്ചില്ല എങ്കിൽ നാം ഇസ്രയേലുകാരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നാം കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മുടേതായ കഷ്ടപ്പാടിൻ്റെ പൈസയും അവരെ കൊന്നൊടുക്കുന്നതിൽ സഹായിക്കുന്ന ഒരു പങ്ക് വഹിക്കും, നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എല്ലാ സഹോദരങ്ങളും, ലോകത്തുള്ള ഓരോ മനുഷ്യനും കഴിവിൻ്റെ പരമാവധി ഇനി ഇസ്രയേലുകളുടെ പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. ഈ കാണുന്ന, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്, ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ അത് നാം ഉപയോഗിക്കാൻ പാടില്ല. ഈ കാണുന്ന ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ അതിന് പകരം നമ്മുടെ മുമ്പിൽ മറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകൾ അത് ഇതെല്ലാമാണ്. ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം കാണിച്ച പ്രൊഡക്റ്റുകളെ നമുക്ക് ബഹിഷ്കരിക്കാൻ കഴിയണം. അങ്ങനെ ഒരു ബഹിഷ്കരണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങളെ ആ നിലയിൽ സഹായിക്കാം. അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ ഈ B4P എന്ന ആ ഒരു ശീർഷകത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നാഥൻ ആ ഒരു നന്മ വിജയത്തിലാക്കി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ച തമ്പുരാൻ സർവേശ്വരൻ നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതം നയിക്കാൻ നാഥൻ എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുട്ടിൻ്റെ മുഴുവൻ ശക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് തരിപ്പണമാക്കി സന്തോഷത്തോടുകൂടി സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഫലസ്തീൻ്റെ സഹോദരങ്ങൾക്ക് നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി